മഴ പെയ്തപ്പോൾ ഒരു സെറ്റായില്ലേ? പിന്നെ പൊളിയല്ലേ സീന് വൈകി മഴ പെയ്തപ്പോൾ ആ ഒരു മൺസൂൺ ഫീൽ കിട്ടി. ഓ നമുക്ക് അവിടെ ഒരു ഫോട്ടോ എടുക്കാം. ഒരു താടെ കൈതാടെ അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ അവിടെ വണ്ടി വെച്ചിട്ട് ഇങ്ങോട്ട് നടന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ ബണ്ട കെട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല, കാരണം മൺസൂണിനൊന്നും എങ്ങും പോകാൻ പറ്റിയിട്ടില്ല. അടുത്തുള്ള സ്ഥലം തന്നെ കുഴപ്പമില്ലാത്തൊരു വൈബായി കിടക്കുന്നുണ്ട്. കൊള്ളാം. ചെറിയൊരു മഴയും കൂടെ ചെയ്തപ്പോഴത്തേക്കും സംഗതി കളറായിട്ടുണ്ട്. മേടി റീൽസിലുള്ള പരിപാടിയിലാണ് കേട്ടോ. ഫൈനലി നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അയ്യോ എൻ്റെ അമ്മയ്ക്ക്. അപ്പോൾ ഗൈസ് നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കാം. ഓ സീന് എൻ്റെ അമ്മ സെറ്റ് സെറ്റ്. അളിയ അട്ട അട്ട. ഓ വെള്ളത്തിലട്ട കാണാം. ആണോ? കളി എങ്ങനെയുണ്ട്? സ്ഥലം സെറ്റല്ലേ? നല്ല രസമുണ്ട് കാണാൻ. ചെറിയൊരു വെള്ളച്ചാട്ടം. ആ ചെറിയ മഴയും കൂടെ വന്നപ്പോൾ നൈസായില്ലേ? എല്ലാരും ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് എങ്ങനെയാണ് ഇവിടെ ഇരിക്കാൻ തോന്നുന്നത്? നമ്മൾ ജസ്റ്റ് വന്നിട്ട് പോകാൻ വിചാരിച്ചോളൂ, പക്ഷേ ഇത് കണ്ടിട്ട് ഇവിടെ നിന്നിട്ട് പോകാൻ തോന്നൂല. എല്ലാരും ഉറങ്ങിയിട്ടുണ്ട്. എൻ്റെ പൊന്നു. ഇനി കുറച്ച് കുളിച്ച്. ഓക്കെ.
കഴിച്ചപ്പോൾ നമ്മുടെ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ. അവിടെ വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പോകാൻ പോവാ. അവിടെ പെട്ടെന്നായിരുന്നല്ലേ നൈറ്റ് വന്നിട്ട് എല്ലാവരും കൂടെ പറഞ്ഞ് അങ്ങനെ തിരിച്ചോ. ഓ ഇതോടെ നമ്മൾ വന്നു ഏതോടെ വരട്ടെ. ഓക്കെ ഒന്നുകൂടെ പോണോ? നിന്നെ ഞാൻ നോക്കും. ഓ ഇറങ്ങടെ പാടി പിടിക്കും. ഓ അടുത്ത റിവർ ക്രോസ് എത്തിയിട്ടുണ്ട്. ഓ ആശികേ എൻ്റെ ഫോണിലൊരു വീഡിയോ എടുത്തോ അവിടെ. ഓ എൻ്റെ ആ $009 നിൽക്കണേ. നീ അങ്ങ് പോയിന്നോ? അവിടെ പോയിന്നോ? ഇങ്ങനെ എടുത്തു. ഓ ഇത് വഴിയാ വാരുവോ? അടിയുണ്ടോ? ഇടിച്ച് മറ്റേ സാധനം ഇടിച്ചല്ലേ. ഇല്ല അടിയിലൊരു പ്ലേറ്റ് ഉണ്ട്, അവിടെ ഇടിച്ചെന്ന് തോന്നുന്നു. മറ്റേ സാധനം ഇടിച്ചെന്ന് തോന്നുന്നു. അടിയിൽ മറ്റേ പ്ലേറ്റാണ്. നമ്മളന്ന് വീഡിയോ എടുത്തല്ലേ, ആ പ്ലേറ്റാണെന്ന് തോന്നുന്നു. അതുവഴി പോയാൽ മതി വരും. നീ അവിടെ പോയിന്നോ? എന്നിട്ട് മറ്റേ ചരിച്ച് വെച്ചെടുത്തോണേ ആശിക. മുറിഞ്ഞാ മേടി ഉണ്ടല്ലോ, മേടിയന്മാരുണ്ടല്ലോ. നീയേ അപ്പുറത്ത് പോയിന്ന് ഇവരൊക്കെ ഉണ്ടല്ലോ. വണ്ടി താരും കേട്ടോ, കൈ കൊടുത്തില്ല. നേരത്തെ ഇടിച്ച്, നേരത്തെ മറ്റേ പ്ലേറ്റാണ് ഇടിച്ചതെന്ന് തോന്നുന്നു. ഇടിച്ച് നല്ല ഇടിച്ചു തന്നെയല്ലേ. എന്നെ നോക്കിയാണല്ലേ എനിക്കൊരു വിശ്വാസം. ഇവിടെ സൈലൻസർ താരൂല. ഞാൻ നേരത്തെ നോക്കി എൻ്റെ സൈലൻസർ. ഇനിയിപ്പോൾ എങ്ങനെ ഈ സൈലൻസർ താന്നില്ല നേരത്തെ. അതുവഴി അങ്ങ് പോയാൽ മതിയല്ലേ. അതുവരെ എത്തിക്കാം. ചോട്ട്
ഇല്ല ബാബു, നീ എന്തിനു പറഞ്ഞത്? എല്ലാം കഴിഞ്ഞപ്പോൾ മൂലം എണീച്ച് പോയത്. അവിടെ വെച്ച് മൂലം പൊക്കിയല്ലേ മൂട് കുത്തിര വീഴും. മെയിൻ സീൻ എന്ന് പറയുമ്പോഴേ അമ്പരാക്കൊരു മൂടുണ്ട് ഇഷ്ടം പോലെ. അത് കുഴപ്പമില്ല. അമ്പറിന്റെ തടി പിടിക്കാൻ പറഞ്ഞ ആനയെന്ന് പറഞ്ഞിട്ടാ മതി. നടന്നു പറഞ്ഞ അതിന്റെ മറ്റേ ഇത് പൊട്ടിയൊന്നുമില്ലല്ലോ. ഏതിന്റെ ഇല്ല അവിടെ ഇടിച്ചോ? അതൊന്നും പറ്റുന്നുള്ള അത് മറ്റേ ഒരുമാറ്റ ഫൈബറാണ് റാശി. അത് ഒന്നും പറ്റില്ല. അത് എൻ്റെ വണ്ടിയുടെ സൈഡിൽ ഇല്ലാത്തതുകൊണ്ടല്ലേ അത് പിടിച്ച് വളച്ചാലും ഒടിയില്ല. അങ്ങനത്തെ ഒരു മെറ്റീരിയൽ. ഇത് കഴിഞ്ഞ വണ്ടി ആക്കി കൊടുക്കാം. ഇതിൽ ഓഫ് റോഡ് സിറ്റിങ് ഒരു രക്ഷയില്ല കേട്ടോ. പൊളി. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് സൈറ്റ് വെച്ചിട്ടുണ്ട്. എവിടെ വേണ്ട എല്ലാവരും വന്നോണ്ടിരിക്കുക ഉള്ളത് പറയല്ലേ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു 250 KTM സെഗ്മെൻറ്റിൽ ഒരു വണ്ടി കൊണ്ട് ഓഫ് റോഡ് പോകണം. അല്ലാതെ നമ്മുടെ വണ്ടി കൊണ്ട് പോയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അത് സ്പോർട്ടീവ് ആയതുകൊണ്ട് നമ്മളിങ്ങനെ ബാക്ക് പൊങ്ങിയെന്നല്ലേ നമുക്ക് ഓടിക്കാൻ പറ്റുള്ളൂ. ഇത് കറക്റ്റ് ആ ഒരു പൊസിഷനിൽ അടിപൊളി ഫീലായിട്ടോ. വീട് ഇറക്കാം അവിടെ. അങ്ങനെ നമ്മളെ തിരിച്ചു പോകാനുള്ള അടുത്ത റിവർ ക്രോസ് എത്തിയിട്ടുണ്ട്. എങ്ങനെ അവിടെ കല്ലുണ്ടോ? പോട്ടെ. ഓക്കെ അമ്പോ കഴിച്ചപ്പോൾ നമ്മുടെ ഫൈനൽ ലാസ്റ്റ് അല്ലടാ ഇത്? യെസ്, ഇത് ലാസ്റ്റ് റിവർ ക്രോസിംഗ് ആണ് കേട്ടോ തിരിച്ച് പോകുമ്പോഴത്തേക്കുള്ള. ഇതുവരെ വലിയ കുഴപ്പമില്ലായിരുന്നു നമ്മൾ വന്നത്. ആ ഇടിച്ച് 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 തൂങ്ങിപ്പോയി. ഇങ്ങോട്ട് എനിക്കിനൊക്കെ വീഡിയോയിലും കൂടെ കിട്ടട്ടെ. എങ്ങോട്ടാണ്? അങ്ങോട്ട് പിടിച്ചാൽ മതിയോ? അത് അവിടെ കല്ലിടക്കണം. കൈ കൊടുത്തു.
രക്ഷയില്ല. അതിൻ്റെ ഒരു ജസ്റ്റ് ഒന്ന് പതറെങ്കിലും കുഴപ്പമില്ല. മസിൽ പിടിച്ച് പകുതി ഇറങ്ങിയപ്പോഴത്തേക്ക് മസിൽ പിടിച്ചിവിടെ തുടയിൽ. ഓ ശരി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ചെറിയൊരു ഓഫ് റോഡിങ്ങും അതുപോലെ തന്നെ എന്താ പറയുക നമ്മളൊരു 7 റിവർ ക്രോസിങ്ങും അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് ഈ ഒരു എന്താ പറയുക വെള്ളച്ചാട്ടം എല്ലാം കൂടെയൊക്കെയാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബെൽ ബട്ടൺ നിൽക്കുന്നത്. ഈ വീഡിയോ ഓടിച്ച് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. പുതിയ സ്ഥലം പുതിയ സൈനിങ് ഓഫ്. ബൈ.